അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ഷഅബാൻ 16-ാം ദിവസത്തെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഷഅബാനിൻ്റെ ആദ്യത്തെ പകുതി നമ്മോട് വിട പറഞ്ഞു. റമദാനിലേക്ക് നാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ ഇനി ഇബാദത്തും ദിക്റും സലാത്തുമായിട്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. റമദാനിനെ സ്വീകരിക്കാൻ പൂർണ്ണമായിട്ട് നാം സജ്ജമാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളൊക്കെ പുറത്തു തരണേ, ഹൃദയം ശുദ്ധിയാക്കി തരണേ, ഈമാന് കൊണ്ട് ഹൃദയത്തെ പ്രകാശിപ്പിക്കണേ. നിന്റെ പൊരുത്തത്തിലും നിന്റെ ത്വാഅത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ. പടച്ചോനെ, ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, മെസ്സേജിലൂടെയായിട്ടും കമന്റിലൂടെയായിട്ടും നേരിട്ട് കാണുമ്പോഴൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, പല വിഷമങ്ങളും പ്രയാസങ്ങളും മുറാദുകളും പറഞ്ഞിട്ട് അല്ലാ, അവരാരെയും നീ വെറുതെയാക്കല്ല പടച്ചോനെ. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞതെങ്കിൽ അല്ലാ, കാര്യം പെട്ടെന്ന് റാഹത്തിലാക്കി കൊടുക്കണേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ച് കൊടുക്കണേ പടച്ചോനെ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരുപാട് പേര് അല്ലാഹ് സ്ഥിരമായി പങ്കെടുക്കുന്നവരാണ്. വലിയ നേട്ടം അവർക്കൊക്കെ ജീവിതത്തിൽ നൽകണേ. ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് കാരണം, അല്ലാഹ് ദിക്ർ ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത് കാരണം ജീവിതത്തിൽ വലിയ നേട്ടവും വലിയ ബറക്കത്തും ഖൈറും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ശഅബാനിനെ ധന്യമാക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ. വിജയികളുടെ ലിസ്റ്റിൽ ഞങ്ങളെ പേര് നീ എഴുതണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായി എല്ലാവരും ചൊല്ലുക. അറിയുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാനം വരെ പങ്കെടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് ധാരാളം ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസ് എത്താൻ കാരണമാണ്. അല്ലാഹു നമുക്കൊക്കെ വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 16-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അള്ളാഹുവേ, ഞങ്ങൾ ഓതിയതായ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിൻ്റെ സവാബിൻ്റെ മിസില് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 16-ന് മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവരുടെ അർവാഹിലേക്കും എത്തിക്കണേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരോട് ബന്ധപ്പെട്ടവരുടെയും പലരുടെയും ആണ്ട് ശഅബാനി നടക്കുന്നുണ്ട് പടച്ചോനെ. അവരുടെ ഹലറത്തിലേക്ക് പ്രത്യേകമായി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. ഖബർ ജീവിത റാഹത്തിലാക്കി കൊടുക്കണേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ അവരെയും ഞങ്ങളെയും പെടുത്തണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം ബറക്കത്തുള്ള ഖൈറായ ജീവിതമാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ വലിയ ഹിഫ്ളും സംരക്ഷണവും ലഭിക്കാൻ, എല്ലാ ഷർറിൽ നിന്നും കാവൽ ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതായ ആയത്തുൽ കുർസി സ്വീകരിക്കണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് ഹലാലായ മുറാദുകളൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ശർറായ ഖലാഇനെ തൊട്ടും ഞങ്ങളെ എവരെയും കാക്കണേ അല്ലാ. എല്ലാ ഫിത്തനുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ട് മുസീബത്തുകളെ തൊട്ട് ആഫത്തുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ അല്ലാ. എല്ലാ ഷർറുകാരിൽ നിന്നോ ഷർറിനെ തൊട്ടും കാവല് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരു തവണ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തുകൾ പാരായണം ചെയ്യാം. ലൗ അൻസൽനാ എന്ന് തുടങ്ങുന്ന ആയത്ത്, അത് ആ ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ
70,000 മലക്കുകളുടെ പ്രാർത്ഥന അവനിക്ക് ലഭിക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ ശ്രേഷ്ഠമായ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ. മഹാന്മാരായ മലായികത്തുകളുടെ പ്രാർത്ഥനയിൽ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സജ്ജനങ്ങളായ ആളുകളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് പരിശുദ്ധമായ ശഅബാനിൽ പ്രാർത്ഥിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ശ്രേഷ്ഠമായ പ്രാർത്ഥന നടത്താം. അത് റജബിൽ മാത്രമല്ല, ശഅബാൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥന നമ്മൾ നടത്തണം. റജബിൽ എങ്ങനെയായിരുന്നോ നമ്മൾ അറിഞ്ഞിരുന്നത്, അതേപോലെ തന്നെ ശഅബാൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥന നടത്തണം. ആ ശ്രേഷ്ഠമായ പ്രാർത്ഥന നമുക്ക് 33 തവണ ചൊല്ലാം. അല്ലാഹു നമുക്ക് സ്വീകാര്യം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണയിൽ, വീട്ടിൽ എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. വിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. ആഫിയത്തോടെ, തഖ്വയോടെ, ഈമാനോടെ എത്തിക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ദിക്റുകളുടെ രാജാവായ അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 തവണ ചൊല്ലാം. അല്ലാഹു ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മേൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയതായ അഫ്ളലു ദിക്റിനെ കബൂലാക്കണേ. അഫ്ളലു ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ നേട്ടവും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ വലിയ മാറ്റവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 100 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാം. റബ്ബേ എനിക്ക് മാപ്പ് നൽകണേ എന്ന ചിന്തയോടുകൂടി എല്ലാവരും ചൊല്ലുക. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരുകയും അതോടുകൂടെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫത്ഹ് അള്ളാഹു ഉണ്ടാക്കി തരുകയും ചെയ്യും. അത് ഇസ്തിഗ്ഫാറിന്റെ നേട്ടമാണ്. റബ്ബ് സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 അല്ലാഹുവേ സ്വീകരിക്കണേ, ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണേ റബ്ബേ. തെറ്റുകളൊക്കെ പുറത്തു തന്ന് ഹൃദയം ശുദ്ധീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് കൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ റാഹത്തും വിജയവും സലാമത്തും നൽകണേ അല്ലാ.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ഈ ശഅബാനിൽ ചൊല്ലേണ്ടതായ ശ്രേഷ്ഠമായ ദിക്ർ, ആ ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി അല്ലാഹു നൽകും. അത്രയും പവറുള്ള ദിക്റാണ്. അതിലൂടെ ഭൗതികവും ഉഖ്റവിയുമായ നേട്ടങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. നല്ല ഈമാനും തഖ്വയും അല്ലാഹു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. കാര്യങ്ങളിലൊക്കെ അല്ലാഹു വിജയം നൽകും. ആ ശ്രേഷ്ഠമായ ദിക്ർ 33 തവണ നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കോളൂ മുഅ്മിനീങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. تقبل الله. പടച്ചോനെ, ശ്രേഷ്ഠമായി ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി പടച്ചോൻ നൽകുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹ് ആ കൂലി ഈ പാപികളായ ആ കൂലി സാധുക്കളായ ഞങ്ങൾക്ക് നീ പൂർണ്ണമായി നൽകണേ റബ്ബേ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. വിഷമങ്ങളൊക്കെ തീർത്ത് തരണേ. ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണം അല്ലാ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബേ. കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ. നല്ല ഈമാനും തഖ്വയും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ഈ ശഅബാനിൻ്റെ മനോഹരമായ ഈ പകലിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ ശ്രേഷ്ഠമായ ദിക്ർ, ശ്രേഷ്ഠമായ തസ്ബീഹ് എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷ കിട്ടാൻ കാരണമാകുന്ന ഈ ശ്രേഷ്ഠമായ ദിക്ർ നമുക്ക് 40 തവണ ചൊല്ലാം. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ഇത് കാരണം നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും, നമുക്ക് പ്രയാസമായി തോന്നുന്ന എല്ലാത്തിൽ നിന്നും അല്ലാഹു നമുക്ക് റാഹത്തും എളുപ്പവും നൽകി അനുഗ്രഹിക്കട്ടെ.
بسم الله الرحمن الرحيم لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അല്ലാഹുവേ സ്വീകരിക്കണേ. ശ്രേഷ്ഠമായ മഹാന്മാര് ചൊല്ലിയ, പ്രവാചകർ ചൊല്ലിയ മഹത്തായ ഈ ദിക്ർ 40 വട്ടം ഞങ്ങൾ ചൊല്ലി അല്ലാ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളുടെ വേദനകളൊക്കെ ശിഫയാക്കി തരണേ, കടങ്ങളൊക്കെ വീട്ടിത്തരണേ, പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു തരണേ. തഖ്വയും പൂർണ്ണമായ ഈമാനും ഞങ്ങൾക്കേവർക്കും നൽകണേ അല്ലാ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുണ്ട്, പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ശ്രേഷ്ഠമായ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ കാര്യം നീ റാഹത്തിലാക്കി, പെട്ടെന്ന് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്നയിലുള്ള 2 ഇസ്മുകളടങ്ങിയ ശ്രേഷ്ഠമായ ദിക്ർ, മഹാന്മാർ ചൊല്ലിയ ദിക്ർ, ഹബീബായ തങ്ങള് ബദർ യുദ്ധത്തിന്റെ തലേന്ന് ചൊല്ലിയതായ ശ്രേഷ്ഠമായ ദിക്ർ, അത് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ വളരെ ഫലവത്തായ ദിക്റാണ്. ശരീരത്തിന് ആഫിയത്ത് കിട്ടാൻ ഫലവത്തായ ദിക്റാണ്. ഈ ശഅബാനിന്റെ മനോഹരമായ പകലിൽ 100 വട്ടം ശ്രേഷ്ഠമായ ദിക്ർ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം,
يا حي يا قيوم 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 تقبل الله. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണേ. ഈ ശ്രേഷ്ഠമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ. ഞങ്ങളുടെ ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ അവയവങ്ങൾക്ക് വല്ല തകരാറുമുണ്ടെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചു തരണേ റബ്ബേ. ബലഹീനത ഞങ്ങൾക്ക് തരല്ല അല്ലാ. ശാരീരികമായും മാനസികമായുള്ള കരുത്തും ഹിമ്മത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശഅബാനു ശഹരി, ഹബീബായ തങ്ങൾ ശഅബാൻ മാസത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ശഅബാൻ എൻ്റെ മാസമാണെന്ന് പറഞ്ഞ സ്വലാത്തിൻ്റെ മാസമായി ശഅബാനിൻ്റെ മനോഹരമായ ഈ ഒരു സമയത്ത് ഹബീബായ തങ്ങളുടെ മേലുള്ള ശ്രേഷ്ഠമായ സ്വലാത്ത് നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കോളൂ. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. സ്വലാത്ത് കൊണ്ട് വിജയിക്കാത്തവരില്ല, സ്വലാത്ത് കൊണ്ട് പ്രതിസന്ധികളിൽ നിന്നും കരകയറാത്തവരില്ല. ധൈര്യമായിട്ട് ആവേശത്തോടെ ഹബീബിനോടുള്ള മഹബത്തോടെ ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.
الصلاة والسلام عليك يا سيدي يا رسول الله 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 خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാണ് പരിശുദ്ധമായ ശഅബാൻ 16-ാം ദിവസത്തെ ശ്രേഷ്ഠമായ ദിക്റുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ടാണ് നാം ഇരിക്കുന്നത്. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ. നമ്മുടെ ഖൈറിൻ്റെ അഹ്ലുകാരെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹാബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസീ ചെയ്ത എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയത്തെ നീ കറുത്ത പുള്ളികളിൽ നിന്നും പരിശുദ്ധമാക്കി തരണേ അല്ലാ. ഈമാൻ കൊണ്ട് ഹൃദയത്തെ പ്രകാശിപ്പിക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒക്കെ സവാബിൻ്റെ മിസില് ആരംഭ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളടക്കം എല്ലാ അംബിയാ മുർസലീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനടക്കമുള്ള എല്ലാ സ്വഹാബത്തിനെയും ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനടക്കമുള്ള എല്ലാ ഔലിയാക്കന്മാരുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനടക്കമുള്ള എല്ലാ മഹാന്മാരായ മുജ്തഹിദീങ്ങളും അല്ലാത്തവരുമായ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകനായ ഖിദ്ർ നബി അലൈഹി ഇസ്ലാമിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അവരുടെയൊക്കെ ദർജ ഉയർത്തണേ. ഖിദ്ർ നബിയെ കാണാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ അല്ലാ. ഖിദ്ർ നബിയോട് മുസാഫഹത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തെ നീ നിന്റെ പൊരുത്തത്തിലേക്ക്, മഹാന്മാരോടുള്ള അടുപ്പത്തിലേക്ക് പാകപ്പെടുത്തി തരണേ അല്ലാ. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ പടച്ചോനെ പല വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. കമന്റിലൂടെയായിട്ടും നേരിട്ട് കാണുമ്പോഴും ഉസ്താദേ ദുആ ചെയ്യണേ, മെസ്സേജിലൂടെ ആയിട്ടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളാണ്, ഓരോ വിഷമങ്ങളാണ്. എല്ലാം അറിയുന്ന, എല്ലാത്തിനും പരിഹാരം പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന അതാ
ഈ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. ഒരു സഹോദരി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ, പൂർണ്ണമായ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ നീ സന്തോഷവും റാഹത്തും നിലനിർത്തി തരണേ റബ്ബേ. പല വേദനകളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ മജ്ലിസിലുണ്ട് റബ്ബേ. അവരെല്ലാവരുടെയും എല്ലാ വേദനകളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളോട് ബന്ധപ്പെട്ടവർ പടച്ചോനെ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. പടച്ചോനെ അവരുടെ ജോലിയിലുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. ഇക്കാമ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ജോലിയിലൊക്കെ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു തരണേ റഹ്മാനെ. കല്യാണം ശരിയാവാത്ത പലരും നമ്മുടെ മജ്ലിസിലുണ്ട്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാരുടെ മക്കള്, സഹോദരിമാര്, അവരോട് ബന്ധപ്പെട്ടവർ പലരും വിവാഹ പ്രായമെത്തിയിട്ടും കല്യാണം ശരിയാവാത്തവരുണ്ട് റബ്ബേ. അനുയോജ്യമായ റാഹത്തുള്ള നല്ലൊരു ബന്ധം അവർക്കൊക്കെ നീ പെട്ടെന്ന് റാഹത്താക്കി കൊടുക്കണേ, ശരിയാക്കി കൊടുക്കണേ അല്ലാ. കുറച്ചോനെ ഭർത്താവിന് ഷുഗർ, പ്രഷർ പോലെയുള്ള കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു സഹോദരി. അല്ലാഹുവേ ആ സഹോദരിയുടെ ഭർത്താവിന് പെട്ടെന്ന് നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ കാമിലായ ഈമാൻ നൽകണേ, തഖ്വ നൽകണേ റബ്ബേ. ഇബാദത്തിനുള്ള ആവേശം ഞങ്ങളുടെ മനസ്സിൽ നന്നാക്കി നൽകണേ അല്ലാ. ഞങ്ങൾ ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെയും നീ പരാജിതരുടെ ലിസ്റ്റിൽ ഇതല്ല റബ്ബേ. ആരെങ്കിലും പരാജിതരുടെ ലിസ്റ്റിൽ നിന്റെ റെക്കോർഡിലുണ്ടെങ്കിൽ പടച്ചോനെ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് വിജയികളിലേക്ക് മാറ്റി എഴുതണേ റബ്ബേ. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ, മർളിയായ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഏവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. വല്ലാത്ത ആശയാണ് റബ്ബേ. പടച്ചോനെ ഒരുപാട് തവണ അവിടെ പോവാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവിധ കഴിവും നൽകണേ അല്ലാ. ചെയ്തവർക്ക് വീണ്ടും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ചെയ്യാത്തവർക്കും ഒരുപാട് തവണ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല റബ്ബേ. ക്യാൻസർ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. കിഡ്നിയുടെ രോഗം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ലിവറിന്റെ രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങൾക്ക് നീ അറ്റാക്ക് തരല്ല റബ്ബേ. ഒരു ഭാഗം കഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ല അല്ലാ. റബ്ബേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇത്യാദിയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ ഇത്യാദി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഷാഫിയായ റബ്ബേ നീ പെട്ടെന്ന് ശിഫ നൽകണേ, അത്ഭുതകരമായ ശിഫ നൽകണേ റബ്ബേ. അല്ലാ ഈ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവരുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ. കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ റാഹത്ത് നൽകണേ. വലിയ ഖൈറും അത്ഭുതകരമായ മാറ്റം അവർക്ക് ജീവിതത്തിൽ നീ പെട്ടെന്ന് നൽകണേ അല്ലാ. വീടില്ലാത്ത ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്കൊക്കെ ഖൈറായ വീട് പെട്ടെന്ന് നൽകണം. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അനുയോജ്യമായ റാഹത്തുള്ള ശമ്പളമുള്ള ജോലി പെട്ടെന്ന് നൽകണേ അല്ലാ. പടച്ചവനെ മക്കളില്ലാത്തവരുണ്ട്. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധത്തിലുമുള്ള ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. വർഷങ്ങളായി കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്നവർ പടച്ചോനെ അവർ ചിലർ ഗർഭിണികളാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഉസ്താദെ. ദുആ ചെയ്യണം. അല്ലാഹുവേ ആ ഗർഭം നീ നിർത്തി കൊടുക്കണേ. സ്വലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. പടച്ചോനെ ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ പല ആളുകളുടെയും ആണ്ട് ഈ ശഅബാനിലാണ് നടക്കുന്നത്. അവരുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെ സവാബിനെ വിസിലെത്തിക്കണേ. അവർക്കൊക്കെ ഖബറി റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വല്യമ്മമാർ, എളാപ്പ മുത്താപ്പമാർ, പടച്ചോനെ അമ്മായിമാർ, പടച്ചോനെ അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലാ. ഞങ്ങളുടെ അയൽവാസികൾ, കുടുംബക്കാർ
ബന്ധുക്കൾ, കൂട്ടുകാർ അല്ലാ, അവരൊക്കെ ഹളറത്തിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ സവാബിന്റെ മിസ്ലെത്തിക്കണേ അല്ലാ. അവർക്കൊക്കെ ഖബറിൽ റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ. പരിശുദ്ധമായ ശഅബാനിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. റമളാനിലേക്ക് തഖ്വയോടെ, ആഫിയത്തോടെ, നല്ല ഈമാനോടെ, ഇബാദത്തിനുള്ള നല്ല ആവേശമുള്ള മനസ്സും ശരീരവുമായി ഞങ്ങളെ എത്തിക്കണേ. ശഅബാനിലെയും റമളാനിലെയും ധന്യമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ആരംഭ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ കാണാ ഭാഗ്യം നൽകണേ അല്ലാ. മഹാന്മാരായ ഔലിയാക്കന്മാരോടുള്ള മഹബത്ത് ഞങ്ങളുടെ മനസ്സിലേറ്റി തരണേ. സ്വാലിഹീങ്ങളോടുള്ള സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ ഏറ്റി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല റബ്ബേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാൾ നീ വഷളത്തരത്തിലാക്കല്ല അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം, ഇസ്സത്തും നൽകണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.